ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഹിന്ദി മൂവിയാണ് സർ സമീൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിലെ ഡയറക്ഷൻ ഖയോസി ഹിറാനാണ് ഡയറക്ഷൻ. അതുപോലെ തന്നെ കാശി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജ് കുമാരൻ, പഴയകാല നടി കാജോ, അതുപോലെ തന്നെ ഇബ്രാഹിം അലിഖാൻ തുടങ്ങിയവർ പ്രധാനമായും കാശിയാണ് വന്നിട്ടുള്ളത്. ഇബ്രാഹിം അലിഖാനെ കുറിച്ച് പറഞ്ഞ സെയ്ഫ് അലിഖാൻ്റെ മകനാണ് അദ്ദേഹം. അപ്പോൾ ഫാമിലിപ്പെട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇത് ഡിഫറൻ്റായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാളത്തിൽ സ്വന്തം പൃഥ്വിരാജ് കുമാരൻ വീണ്ടും ഹിന്ദി സിനിമയിലെ ഒട്ട് പോയിട്ട് അപമാനരഹിതനായിട്ട് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് വീണ്ടും കാണാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ സർ സമീനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ട്രെയിലർ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സബ്ജക്റ്റ് എന്ന്. ഒരു മിലിറ്ററി സ്റ്റോറിയാണ്. ഒരു അച്ഛൻ മകൻ ഒരു ആത്മബന്ധമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലേക്കാൾ ഉപരി എന്താ പറയുക, ഇതൊരു ഡയറക്റ്റ് ഓട്ടി റിലീസായി എന്തുകൊണ്ടും നല്ല ഉചിതമായ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മാതിരി കാട്ടപരാധം പിടിച്ചൊരു സംഭവത്തൊക്കെ കൊണ്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഒരവസ്ഥ തന്നെയായിരുന്നു. കാരണം OTT കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈ അപരാധം കണ്ടിട്ട്. ആ നിലയ്ക്കാണ് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അവസ്ഥ എന്നെനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഏകദേശം ഡ്യൂറേഷൻ 2 മണിക്കൂറിന് മുകളിലോട്ട് ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഇടയ്ക്ക് ആശ്വാസമായി എനിക്കിപ്പോൾ ഇതിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു പോസിറ്റീവ് മാത്രമുള്ളൂ. ഇതിൽ വരുന്ന ഒരു ബാൻഡ് സ്കോർ ഉണ്ട്. അത് അത്യാവശ്യം ചില നേരത്തൊക്കെ അത്യാവശ്യം നമുക്കൊരു പ്രചോദനമായി നൽകുന്നു. അതുപോലെ തന്നെ പശ്ചാത്തലമായി വരുന്ന കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ കാശ്മീരാണ് പ്രധാനമായിട്ടുള്ള ലൊക്കേഷൻ. ഇതുകൊണ്ട് ഒരുപാട് മഞ്ഞും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. കൂടുതലായിട്ടൊന്നും ഡിഫറൻ്റായിട്ട് ഒന്നും തന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു പുതുമായിട്ട് തോന്നുന്നില്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഒരു സ്റ്റോറി നോക്കാം. ഒരു അച്ഛൻ മകൻ ആത്മഹത്യയിലുപരി ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ് പൃഥ്വിരാജ് വരുന്നത്. വിജയ് മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒരു പരിക്കനായിട്ടുള്ള ഒരു ഫാദർ കഥാപാത്രമാണ്, ഒരു ക്യാപ്റ്റനാണ്. ആ സ്വന്തം മകന് വിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് അപമാനകരമായിട്ടുള്ള ഒരുപാട് കാരണം കൊണ്ട് തൻ്റെ മകനത് വരരുത്. അപ്പോൾ അവനെ കുറമാർ അപമാനിച്ച് കഴിഞ്ഞല്ലോ, പക്ഷേ അവന് വീണ്ടും ലൈഫിൽ മാറ്റം സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇനി ക്രൂരനായി പെരുമാറുന്നു. അച്ഛൻ മകൻ എന്താ പറയുക, ഒരു സ്നേഹം, അച്ഛനിൽ നിന്ന് സ്നേഹം മകൻ ഒരുപാട് ആയിരിക്കുന്നില്ല. പക്ഷെ എന്താ പറയുക, അദ്ദേഹത്തിന് ഇങ്ങനത്തൊരു മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മകനെ ഒരുപാട് അച്ഛനിൽ നിന്നും അകലാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് അറിയാലോ, മിലിറ്ററി സിനിമയാകുമ്പോൾ എന്താ പറയുക, തീവ്രവാദം പരിപാടിയും കാലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് മുജാഹിദും പരിപാടിയും കാലൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതൊക്കെയാണ് സ്റ്റോറി സബ്ജക്റ്റൊക്കെ ആയിട്ട് വന്നത്. കാരണം ഇതിൽ പ്രത്യേകിച്ച് പുതുമയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ട്രെയിലർ കണ്ടാൽ തന്നെ വ്യക്തമാണ് ഇതിൽ ആരായിരിക്കും തീവ്രവാദി ആവാൻ വേണ്ടി പോകുന്നത്, എന്തായിരിക്കാം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 2.5 മണിക്കൂറിനടുത്ത് തന്നെ ട്രെയിലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2.5 മിനിറ്റ് ആ ട്രെയിലർ തന്നെ വ്യക്തമാണ് എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി തന്നെ നമ്മളിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം അതിനോട് പൂർണ്ണമായിട്ടും യോജിച്ച തരത്തിലായിരുന്നു ഫിലിം കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. അങ്ങനെ കൂടുതലായിട്ട് എടുത്തു പറഞ്ഞ ഡിഫറൻ്റ് ആയിട്ടുള്ള പരിപാടി സ്റ്റോറി കാര്യങ്ങളൊന്നും തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു അപരാധം തന്നെയാണെന്ന്. അല്ലെങ്കിൽ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് പാസം കയറി വിതിരിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അച്ഛൻ മകൻ തമ്മിലുള്ള സ്നേഹബന്ധം, അല്ലെങ്കിൽ ഈ ഇതിൽ മൊത്തം ഒരു നാടകമാണ്. മകനെ അല്ലെങ്കിൽ എന്താണ് ആ ചെക്കൻ്റെ പേര് ഞാൻ മറന്നുപോയി, അലിഖാൻ എന്നാണ്. അലിഖാൻ അന്തരിച്ച കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഒരു മകനാണ്. ആ മകനെ കാണാതാവുന്നു. വീണ്ടും 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നു. അച്ഛൻ തിരിച്ചറിയുന്നു, തനിക്ക് പറ്റി തിരിച്ച് മകനോട് പറയുന്നു. അവൻ വീണ്ടും മകൻ ഒരു സംശയം തോന്നുന്നു. വീണ്ടും അന്വേഷണം തുടങ്ങുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇമോഷണലായിട്ടുള്ള ഒരുപാട് ഹുക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഇമോഷൻസ് കാണുന്ന പ്രേക്ഷകരേക്കോ അല്ലെങ്കിൽ അച്ഛൻ മകൻ തമ്മിലുള്ള ഒരു ബോണ്ടോ കാര്യങ്ങളൊന്നും തന്നെ ഒട്ടും യോജിച്ച് പോകുന്നില്ല. പൃഥ്വിരാജിൻ്റെ അടുത്ത് സ്വന്തം അനിയനെ കൊണ്ട് നിർത്തിയിട്ട് തൻ്റെ മകനാണെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. ആ ഒരുപാടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഏജ് ഡിഫറൻറ്റും എടുത്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ കാജോലിനെ കുറിച്ച് പറയാം. പഴയകാല നടിയാണ്. ഒരു കാലത്ത് എന്താ പറയുക, മികച്ച കഥാപാത്രം സമ്മാനിച്ചുള്ള ഒരു നടി തന്നെയാണ്. എനിക്കൊന്നതിൽ ഏറ്റവും കൂടുതൽ പരിഹാസമായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എന്താ ഒരു കോമാളി കഥാപാത്രമായി ചെയ്ത് പൃഥ്വിരാജിനെ. പക്ഷേ കാജോളിൻ്റെ ആയിരിക്കും ഒട്ടും തന്നെ എനിക്ക് ആ കഥാപാത്രത്തോട് യോജിച്ച് പോകാൻ തോന്നിയില്ല. അതുമാതിരിയുള്ള വസ്ത്രം, അതുപോലെ തന്നെ എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള വീക്കായിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി, പ്രകടനം കാര്യങ്ങളൊക്കെ വളരെ മോശമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ നാടകത്തിൽ വന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് രംഗങ്ങളാണ് ഓരോ വ്യക്തികൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനോട്ട് പൂർണ്ണമായിട്ടും ഞാൻ നാടകത്തിലാണ് അഭിനയിക്കുന്നതെന്നുള്ള ചിന്താഗതി ഞാൻ തോന്നുന്നുണ്ട് കാജോനുള്ളത്. അപ്പോൾ ആ വ്യക്തി ഒരുപാട് ഡയലോഗ് പറയുന്നുണ്ട്. ഒട്ടും തന്നെ ഒരു കണ്ടാകത്ത് പോകുന്ന ഒരു ഡയലോഗാണ്. നിന്ന് ഒറ്റ കാണപ്പടം പഠിച്ച് നമ്മൾ പ്രസംഗിച്ച് പറയില്ല, ആ തരത്തിലാണ് അവരുടെ പ്രകടനം കാലം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് പൃഥ്വിരാജ് പറയാം. കാരണം ഈയിടെയായിട്ട് ഹിന്ദി ചിത്രങ്ങൾ പോയിട്ട് അപമാനരഹിതനായി വരുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു ഭാഗം കരിഞ്ഞു പോയിട്ട് മുഖോടിച്ചുള്ള വ്യക്തിയുണ്ടല്ലോ, ആ സീൻ പോലും പൂർണ്ണമായിട്ടും ഒരു മലങ്കൾട്ടായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി മലങ്കൾട്ട് എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും ഒരു ചെറിയൊരു ബോംബും കാര്യങ്ങളൊക്കെ ആയി തോന്നിക്കുന്ന തരത്തിലാണ് പൃഥ്വിരാജിൻ്റെ ഒരു പ്രകടനം എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം എന്താ പറയുക, ഫുൾ ടൈം ഇമോഷണൽ കാര്യങ്ങൾ വാക്ക് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താ പറയുക, എത്രയൊക്കെ ചെയ്താലും ഒരു കണക്ടിവിറ്റി തോന്നുന്നില്ല.
എനിക്കൊട്ടും തന്നെ ആ കഥാപാത്രത്തിനോട് എന്താ പറയുക പ്രേക്ഷകരെ കണ്ടിച്ചാൽ സാധിച്ചു എന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം നമ്മൾ ചില ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ കാണുന്ന കഥാപാത്രമായി പ്രേക്ഷകരാണെങ്കിൽ ഒരു മിംഗ്ലിങ് അല്ലെങ്കിൽ എന്താ പറയുക ആ ക്യാരക്ടർ കൊള്ളാം എന്ന് തോന്നും. പക്ഷെ ഇതിൽ യാതൊരു തരത്തിൽ എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയുടെ പ്രകടനം പോലും ഇതിൽ എടുത്ത് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്തിന് സെയ്ഫ് അലി ഖാൻ്റെ മകനായി വന്നിട്ടുള്ള വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇബ്രാഹിം അലി ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇബ്രാഹിം അലി ഖാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഴ്ചിത്രമാണെങ്കിൽ പോലും എന്താ പറയുക കഥാപാത്രം പൊട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലോ ഒന്നും തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗത്തിലേക്കാണ് തോന്നിയിട്ടുള്ളൂ. ഇത് റൈറ്റർ ആരാണെങ്കിലും അദ്ദേഹത്തിന് എങ്ങനെയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് തോന്നിയത്. ഇത് ഇൻ്റർവ്യൂവിന് ശേഷം വരുന്ന മൊത്തം ഒരു കോമഡി പീസൊക്കെ തന്നെയാണ്. ഒരു എസ്സേ പോലത്തെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് മകനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ തിരിച്ചറിയുന്നു തൻ്റെ മകൻ തീവ്രവാദിയാണെന്ന് പറയുന്നു. ലാസ്റ്റ് എന്തൊക്കെയോ ഡിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലൊക്കെ. അതൊക്കെ എന്തിന് ആർക്ക് വേണ്ടി എന്നുള്ള തരത്തിലാണ് ചോദിച്ചു പോകുന്നത്. ആർക്ക് വേണ്ടി എന്ന് തോന്നുന്ന തരത്തിലാണ് ഇതിൽ ഓരോരോ ഭാഗങ്ങൾ സെക്കൻഡ് ഹാഫിലോട്ട് മുന്നോട്ട് പോകുന്നത്. ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിലോട്ട് വരുമ്പോൾ ഇൻ്റർവ്യൂവിൽ വരുന്ന ഒരു ബാരൽ സ്കോർ ഉണ്ട്. അത് അത്യാവശ്യം എനിക്ക് നല്ല ഇത് തന്നെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമാണ് ഒരു പോസിറ്റീവ് ഉള്ളൂ. നേരെ മറിച്ച് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴും അത് കൊണ്ടുവരാൻ വേണ്ടി റിപ്പീറ്റ് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതും വളരെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് തന്നെ കഥാപാത്രത്തിനോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല. വളരെയേറെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു ക്ലൈമാക്സ് ഗംഭീരമായിട്ടുള്ള ഒരു കോമഡി പീസൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ. പഴയകാല നടൻ്റെ ഒരു മാസം പരിപാടികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. തോക്ക് കിടന്നുള്ളൊരു സ്പോയിലറായിപ്പം അവസാനം 3 പേരും കൂടിയിട്ട് എന്താ പറയുക നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ള അപ്പോൾ അടുത്തുള്ള തമിഴ് സിനിമയിലെ പോലത്തെ ചെറിയ സീൻസൊക്കെ ആയിട്ടാണ് ചെന്ന് അവസാനിക്കുന്നത്. വന്ദേ മാതരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവസാനം കുറച്ച് ഇമോഷൻസും എന്നാൽ രണ്ടുപേരും നിന്ന് കരയുന്നുണ്ട്. മകൻ വേറെ വയ്ക്ക് അച്ഛൻ വേറെ വയ്ക്കാൻ പടം അവസാനിക്കുന്നു. അതാണ് തൻ്റെ മകൻ എന്ത് സംഭവിച്ചാലും തൻ്റെ നാടിനെ കാൽക്കുന്ന ഒരു പട്ടാളക്കാരെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു പട്ടാള സിനിമ അതിനേക്കാൾ ഉപരി യാതൊരു മാറ്റം വരുന്നില്ല. ഏതൊരു ഫിലിം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ പകുതി മുക്കാലും ഉണ്ടാവും അച്ഛൻ മകനെ പട്ടാള ചിട്ടയോടെ വളർത്തുന്നു. മകൻ അമ്മ സപ്പോർട്ടായി നിൽക്കുന്നു. മകൻ വീണ്ടും അച്ഛനെ തിരിയുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് ഫിലിമിൽ കണ്ടത് തന്നെ. മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുള്ളൂ. നാട്ടിൽ പ്രധാനപ്പെട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൻ കുരുത്തം കെട്ടാനാവുന്നല്ലേ തിരിയുന്നതൊക്കെ. ഇതിലും യാതൊരു മാറ്റമില്ല അതിലേക്ക്. പക്ഷേ നമ്മുടെ പൃഥ്വിരാജ് കുമാരനും വീണ്ടും എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ അപരാധങ്ങൾക്കിടയിൽ നിന്ന് ഒരു ബോംബ് എന്ന് പറഞ്ഞപ്പോൾ ബോംബുകൾ അപരാധം തന്നെയാണ് പടത്തിൽ. സ്ഫോടന വിസ്മയ സ്ഫോടന അപരാധം പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സർ സമീൻ എന്ന് പറഞ്ഞ ഇത്തരം കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് പരിഗണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ജിയോ ഹോട്ട്സ്റ്റാറിലായിരുന്നു സർ സമീൻ റിലീസ് ചെയ്ത് കാണാൻ സമയം എന്ന് പറയുന്ന ഇതുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ തന്നെ ഒരു വിസ്മയ സ്ഫോടനത്തെക്കുറിച്ചുള്ള എൻ്റെ ആലിംഗനം അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ റിവ്യൂ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കലും ബൈ.